ഗൈസ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന ഒരു Walllight ആണ്. PVC പൈപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ വോളിലൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു Walllight ആണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാ വീഡിയോ പോലെ തന്നെ ഒരു ലോ കോസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യു വാച്ചിങ് Rifzonhacks and I am Rifai signing. ഗൈസ് നമ്മുടെ ഇരിക്കുന്ന PVC പൈപ്പിലാണ് നമ്മുടെ Walllight സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഫ്ലാറ്റ് ആക്കി എടുക്കണം, ചൂടാക്കിയെങ്കിൽ മാത്രമേ അത് നമുക്ക് ഫ്ലാറ്റ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ രണ്ട് എഡ്ജും ഇപ്പം ഒരു കറക്റ്റ് ലെവലിലൊന്നും അല്ല നിൽക്കുന്നത്. ഇത് രണ്ടും നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് എൻഡ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. നമ്മുടെ ടോപ്പും ബോട്ടം നമ്മൾ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോളിലാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ബേസ് പോർഷൻ നമുക്ക് ഒന്ന് ഫ്ലാറ്റ് ആയിട്ട് കിട്ടണം. നമുക്ക് ചൂടാക്കി ഒന്ന് ഫ്ലാറ്റ് ആക്കേണ്ടത് ഈ ഒരു പോർഷനാണ്. നമ്മൾ ലോ കോസ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ PVC പൈപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഈ ഒരു പോർഷൻസിലേക്ക് ആയിട്ട് പെയിൻ്റൊക്കെ വീണ പാടുകൾ കിടപ്പുണ്ട്. അപ്പം ഈ ഒരു പോർഷൻ നമുക്ക് ഭിത്തിയിൽ വെക്കുന്ന വോളിൽ ഫിറ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് പോർഷനാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് ചൂടാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് ചൂടാക്കി എടുക്കാം. ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ കൈയൊന്നും കൊള്ളാതെ നോക്കണം. ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മുടെ കയ്യൊന്നും പോയി തീക്കറി കൊള്ളാൻ നോക്കണം. പിന്നെ ഇവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഉമ്മാട്ടൊന്നും എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റിയില്ല. അങ്ങനെ ആ കുക്കറിൻ്റെ സൗണ്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കേട്ടോണ്ടി. ഗൈസ് നമ്മുടെ പൈപ്പിൻ്റെ ബേസ് നമ്മളൊന്ന് ഫ്ലാറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വോളിലൊക്കെ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്ലാറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്ലാറ്റ് ആക്കി എടുത്ത് നമ്മുടെ പെയിൻ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭാഗമാണ് നമ്മൾ ഫ്ലാറ്റ് ആക്കി എടുത്തേക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചില മാർക്കുകൾ കാണാൻ പറ്റും. ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മാർക്കിങ്സ് ഇട്ടേക്കുന്നത്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഷേപ്പ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഷേപ്പിന് വേണ്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. ആ മാർക്ക് ചെയ്തതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കട്ട് ചെയ്ത എൻ്റെയൊക്കെ ഒന്ന് ഫയൽ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ഫയൽ ചെയ്തെടുക്കണം. നമ്മുടെ PVC പൈപ്പിനകത്തുള്ള നമ്മളെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിൽ വെക്കാൻ പാകത്തിന് നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പ്രോപ്പർ ഷേപ്പിലൊന്നും അല്ല കട്ട് ചെയ്തേക്കുന്നത്. നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ഹോൾഡർ വെക്കുന്നത്. ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കത് ഫയൽ ചെയ്ത് സെറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഹോൾഡറിലേക്ക് നമുക്ക് വയർ കണക്ട് ചെയ്തെടുക്കാം.
വയർ പുറത്തോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു കട്ടിടേണ്ടതായിട്ടുണ്ട്. നമുക്ക് വയർ കണക്ട് ചെയ്തതിന് ശേഷം അതിടാം. നമ്മുടെ ഈ ഹോളിൽ കൂടെ വയർ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്ലേറ്റിനകത്ത്, അതായത് നമ്മുടെ ഈ PVC പൈപ്പിന് ഫ്ലാറ്റ് വയ്ക്കാനുള്ള ഈ ഒരു പ്ലേറ്റിനകത്തോട്ട് ഇത് നമുക്ക് ഒട്ടിച്ച് വെക്കേണ്ടതാണ്. ഇനി നമ്മുടെ ജോലി നമുക്ക് ആവുന്നത് ചെയ്യും. ഇതിനകത്ത് ഇപ്പോൾ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ മുകളിലത്തെ ഹോള് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടി, ഈ താഴത്തെ ഹോൾ നമ്മളിപ്പോൾ ഹോൾഡർ സെറ്റ് ചെയ്താൽ അതിൻ്റെ വയർ പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയായിട്ട് ഈ ഹോൾ ഇട്ടേക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോൾഡർ സെറ്റ് ചെയ്ത് വയർ പുറത്തേക്ക് എടുക്കാം. നമ്മുടെ ലാമ്പിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ പെയിൻ്റ് അടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാമ്പിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് പെയിൻ്റ് അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. റിഫ്സോൺ ഹാക്സ് സൈനിങ് ഔട്ട്.